വരുന്നവളെ നിരാശരാക്കുന്നില്ല. എന്താണ് പ്രത്യാശ? യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. നിനക്ക് സ്നേഹം കിട്ടിയിട്ടില്ലേ? യേശുക്രിസ്തു നിനക്ക് തരും. അത് സ്നേഹം കിട്ടാത്ത ഒരു വ്യക്തിയെയും യേശു നിരാശനാക്കില്ല, നിരാശയാക്കില്ല. കണ്ടോ? സ്നേഹം കിട്ടാത്ത ഒരുവനെയും നിരാശനാക്കാത്ത ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ സ്നേഹം കിട്ടാത്ത എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടി കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. മോളെ, ഈ സ്നേഹം നീ യേശുവിൻ്റെ അരിയിൽ നിന്ന് വാങ്ങി നിൻ്റെ ഹൃദയം ശാന്തമാക്കിയില്ലെങ്കിൽ നിനക്കൊരിക്കലും മര്യാദയ്ക്ക് നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ സ്നേഹം ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്. ഒരു നല്ല ഭാര്യ ആയിരിക്കാൻ നിനക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം അത്യാവശ്യമാണ്. അത് കിട്ടാത്തിടത്തോളം കാലം നീ നിന്റെ ഭർത്താവിന് സ്വൈര്യം കിടക്കുകയില്ല. തേള് കടിക്കണ പോലെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നു. സത്യാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തിരിച്ചും സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിലൂടെ സ്നേഹം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. യേശുവിലൂടെ നമുക്ക് സ്നേഹം കിട്ടിയെന്ന് വിചാരിക്കുക. ആ ശമറായക്കാരിയെ പോലെ സ്നേഹം കിട്ടിക്കഴിയുമ്പം പിന്നീട് നമ്മൾ സ്നേഹം ചോദിച്ച് ആരുടെയും പുറകെ നടക്കുകയില്ല. അവള് ആരുടെയും പുറകെ സ്നേഹം ചോദിച്ച് നടന്നില്ല എന്ന് മാത്രമല്ല, അവൾക്ക് യേശുവിൽ നിന്നും കിട്ടിയ സ്നേഹം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് അവൾ കൊടുത്തോണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭർത്താവ്, നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള സ്നേഹം, ദൈവത്തിൽ നിന്ന് കിട്ടിയ സ്നേഹം ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് കൊടുക്കുന്നവനാണ് ഒരു നല്ല ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് കൊടുക്കുന്നവളാണ് നല്ല ഭാര്യ. പ്രൈസ് ദി ലോർഡ്. നല്ല പിതാവ്, നല്ല അമ്മ, നല്ല സഹോദരൻ, നല്ല സഹോദരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാങ്ങുക എന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതത്തിലെ ആനന്ദം. നമുക്ക് ഹൃദയത്തിൽ സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് സൗഖ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാനെങ്കിൽ താ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. മറിച്ച് എന്തു ചെയ്യും? തൻ്റെ അരികിൽ വന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കൊടുക്കും തോറും അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് കിട്ടുന്നിടത്തോളം അവൻ കൊടുത്തോണ്ടുമിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് ഒരു നല്ല പക്വതയുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു മകളുടെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ അടയാളം ഇതാണ്. വാങ്ങാനല്ല നമുക്ക് താല്പര്യം, കൊടുക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുമാത്രം നമുക്ക് കൊടുക്കാൻ കഴിയുന്നോ അത്രത്തോളം നമ്മുടെ സന്തോഷം വലുതാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. To give becomes the happiness of our life. Praise the Lord. Hallelujah. Hallelujah. ഇത് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെയാണ് കിട്ടുന്നത്. എന്ത്? ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ജോർദാൻ നദിയുടെ അക്കരയിൽ നിൽക്കുന്നത് കണ്ടപ്പം സ്നാപക യോഹന്നാൻ മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-12 തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിന്നാലെ വരുന്നവൻ
എന്നേക്കാൾ വലിയവനാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് അനുതാപത്തിനുള്ള സ്നാനം നൽകുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നിയാലും സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നിയാലും സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് ഈ രണ്ട്, പരിശുദ്ധാത്മാവും അഗ്നി രണ്ടും ഒന്നാണ്, പക്ഷെ രണ്ട് പദം ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താ? അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? തീയാണ്. തീയുടെ പ്രത്യേകത എന്താണ്? അത് കത്തിച്ച് ചാമ്പലാക്കും. യേശു വരുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകന്റെ അധരത്തിലൂടെ യേശു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യം. ഇസ്രായേലിൻ്റെ പ്രകാശം ഒരു അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. പിന്നെ അത് ഒരൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും മുൾച്ചെടികളും കത്തിച്ച് ചാമ്പലാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.